നമസ്കാരം SP ഫോട്ടോക്കിന്റെ പുതിയൊരു വീഡിയോയിലോട്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ പറയുന്നത് വെച്ചാൽ ഇന്നത്തെ മത്സരം നമ്മുടെ ബാംഗ്ലൂരു വേഴ്സസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് തമ്മിലുള്ള മത്സരത്തിന്റെ പ്രിവ്യൂസും പ്രഡിക്ഷൻസും നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഒരുപാട് ടിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു മാച്ച് നടക്കുന്നത് ഏപ്രിൽ 25-ാം തീയതി കൃത്യം 7:30 നമ്മുടെ ഹൈദരാബാദിന്റെ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. അതായത് ഹൈദരാബാദിന്റെ ഹോം ഗ്രൗണ്ടിലാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. സോ അവർക്ക് കുറച്ച് ഫേവർ ആവാനുള്ള പോസിബിലിറ്റീസ് ആയിയാണ് ഈ ഒരു മത്സരം. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും കയറി ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യുക. കാരണം ടെലിഗ്രാം ഗ്രൂപ്പിലാണ് ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇതിലോട്ട് കയറി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ബാക്ക് ടു പ്രിവ്യൂലോട്ട് വരുന്ന സമയത്ത് മത്സരം നടക്കുന്നത് ഏപ്രിൽ 25-ാം തീയതി 7:30 നമ്മുടെ ഹൈദരാബാദിലെ ഹോം ഗ്രൗണ്ടിലാണ്. റീസെന്റ് ആയിട്ട് നമ്മുടെ ഹൈദരാബാദ് ഗ്രൗണ്ടിൽ ഒരു മത്സരം നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഇന്ന് തന്നെ വൈഫൈ പറ്റിക്കില്ല. കാരണം വൈഫൈയിൽ റീചാർജ് തീരാറായതുകൊണ്ടാണ് ഈ ലാഗ് വന്നത്. ഇപ്പോൾ ഇന്ന് റീചാർജ് റീസ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ പെട്ടെന്ന് അത്ര പ്രശ്നമൊന്നും വരില്ല. ഈ എൻഡിങ് ആവുന്ന സമയത്ത് അമ്മമാരിങ്ങനെ നമുക്ക് സിമ്പിൾസ് തരും, ഇങ്ങനെ എൻഡ് ആവാറായി എന്ന് കുറച്ച് ഫാസ്റ്റ് വരെയൊക്കെ ചെയ്യും. ഇപ്പോൾ ഇനിയൊക്കെ ഇനി തീയായിരിക്കും ഫാസ്റ്റ്. അപ്പോൾ നമ്മുടെ ഹൈദരാബാദ് ഗ്രൗണ്ടിൽ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടന്ന റീസെൻ്റ് നടന്ന ഒരു മത്സരം എടുത്ത് നോക്കാം. ഇതെന്തുവാടെ ഇവിടെ നടന്നിട്ടില്ല ഒരു മത്സരവും. അത് ശരി. മാച്ച് നമ്പർ 18 നമ്മുടെ സൺറൈസേഴ്സ് ഹൈദരാബാദ് വേഴ്സസ് ചെന്നൈ സൂപ്പർ കിങ്സ് തമ്മിൽ കളിച്ചൊരു മത്സരമായിരുന്നു. ഫസ്റ്റ് ബാറ്റിംഗ് നമ്മുടെ സൺറൈസേഴ്സിനായിരുന്നു. 166 റൺസിന് 4 വിക്കറ്റ് നഷ്ടത്തിൽ. 165 റൺസ്. ഫസ്റ്റ് ബാറ്റിംഗ് നമ്മുടെ CSK ആയിരുന്നു. 165 റൺസിന് 5 വിക്കറ്റ് നഷ്ടത്തിൽ നമ്മുടെ ആയിരുന്നു CSKയുടെ റൺ സ്കോർ. ടോപ്പ് ഓർഡർ ബാറ്റിംഗ് അല്ല, 1 ഡൗൺ 2 ഡൗൺ ആയിട്ടൊക്കെ ഇറങ്ങിയ ബാറ്റ്സ്മാൻമാരാണ് അത്യാവശ്യം സ്കോർ ചെയ്തത്. അതുപോലെ തന്നെ SRH ആണ് നോക്കുന്ന സമയത്ത് ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻമാരും 1 ഡൗൺ ആയിട്ട് ഇറങ്ങിയ ആൾക്കാരൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ട് ഈസി ആയിട്ട് ഒരു വിന്നായി. മൊയിനിൽ 2 വിക്കറ്റ്, 1 വിക്കറ്റ് ദീപക് ചഹാർ, 1 വിക്കറ്റ് മഹേഷ് തീക്ഷ്ണയാണ്. 3 വിക്കറ്റ് സ്പിന്നർ, 1 വിക്കറ്റ് ഫാസ്റ്റ് ബോളറാണ് കേട്ടോ ആ ഒരു മത്സരം എടുത്തത്. അതുപോലെ തന്നെ ഭുവനേശ്വർ 1, നടരാജൻ 1, ദെൻ ഷബാസ് 1, ഉദനക്കണ്ട് 1, 3 ആകെ 3 വിക്കറ്റ്. ഇവിടെ 3 വിക്കറ്റ് ഫാസ്റ്റ് ബോളറും 4 വിക്കറ്റ് ഫാസ്റ്റ് ബോളർ, 1 വിക്കറ്റ് സ്പിന്നറും ആയിരുന്നു എടുത്തത്. ടോട്ടലി നോക്കുന്ന സമയത്ത് 5 വിക്കറ്റ് ഫാസ്റ്റ് ബോളറും 4 വിക്കറ്റ് സ്പിന്നേഴ്സുമാണ് ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. ടോട്ടലി നോക്കുന്ന സമയത്ത് ഓവറോൾ നോക്കുന്ന സമയത്ത് ലാസ്റ്റ് നടന്ന മത്സരത്തിൻ്റെ റെക്കോർഡ്സ് വെച്ച് അങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. അത്യാവശ്യം ബാറ്റിംഗ് സപ്പോർട്ട് ആവുമെന്ന് വെച്ചാൽ ഒരു ബാലൻസ്ഡ് ഗ്രൗണ്ടാണ്. ബാറ്റിങ്ങിനും ബൗളിങ്ങിനും ഈക്വൽ സപ്പോർട്ടൻസ് എന്നുള്ള രീതിക്ക്. ബാറ്റിംഗ് ഹൈ സ്കോർ വരുമെന്ന് വെച്ചാൽ അത്രയും നമുക്ക് പ്രതീക്ഷിക്കാനും പറ്റത്തില്ല. മാച്ച് ഒരു 160-170 റൺസ് വരെ നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. ഒരു ആവറേജ് സ്കോറായിട്ട് 161 റൺസാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ ഫാസ്റ്റ് ബോളേഴ്സ് 543 വിക്കറ്റ്, സ്പിൻ ബോളേഴ്സ് 229 വിക്കറ്റ്സുമാണ് ഓവറോൾ ഈ ഒരു പിച്ചിൽ നിന്ന് എടുത്തിട്ടുള്ളത്. ടോട്ടലി എനിക്ക് പറയാനുള്ള ഫാസ്റ്റ് ബോളേഴ്സിനാണ് ഇവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ്. ബൗളിങ്ങിൽ ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫാസ്റ്റ് ബോളേഴ്സിനാണ്. തീർച്ചയായിട്ടും ഫാസ്റ്റ് ബോളേഴ്സിന് നല്ല സപ്പോർട്ട് കൊടുക്കാൻ ശ്രമിക്കുക. ദെൻ ഈ ഒരു പിച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഇന്നിങ്സ് 196 റൺസ് വരെ ആവറേജ് സ്കോർ വരാറുണ്ട് ചില മത്സരങ്ങളിൽ. മാക്സിമം എന്തായാലും SRH ഫസ്റ്റ് ബാറ്റിംഗ് ആണെങ്കിൽ നല്ല റൺസ് വരുന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. കാരണം അവന്മാരുടെ ഹോം ഗ്രൗണ്ട് കൂടെയാണ്. ഹോം ഗ്രൗണ്ട് അല്ലാത്ത ഗ്രൗണ്ടിൽ പോയിട്ട് ഇവന്മാർ ഇങ്ങനെ കളിക്കും. ഇനിയിപ്പോൾ ഇവന്മാരുടെ ഹോം ഗ്രൗണ്ടിൻ്റെ കാര്യം പറയണം. അവിടുത്തെ താപനില എന്ന് പറയുന്നത് 39 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, SRH വേഴ്സസ് RCB തമ്മിലുള്ള IPL റെക്കോർഡ്സ് ടോട്ടലി 72 മാച്ചസ്, അതായത് ഈ ഒരു ഗ്രൗണ്ടിലുള്ള റെക്കോർഡ്സ് കേട്ടോ പറയുന്നത്. സ്റ്റേഡിയത്തിലുള്ള റെക്കോർഡ്സ് 72 മത്സരങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ 32 ഫസ്റ്റ് ബാറ്റിംഗ് വിൻ ചെയ്തിട്ടുണ്ട്, 40 സെക്കൻഡ് ബാറ്റിംഗ് വിൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഇന്നിങ്സ് സ്കോർ 161, സെക്കൻഡ് ഇന്നിങ്സ് ആവറേജ് സ്കോർ 157 അതുപോലെ തന്നെ ഹയസ്റ്റ് സ്കോറായിട്ട് 277 റൺസിന് 3 വിക്കറ്റ്സ് നഷ്ടത്തിന് ഹയസ്റ്റ് സ്കോർ. അതുപോലെ തന്നെ T20 റെക്കോർഡ്സ് നോക്കുന്ന സമയത്ത് ഇവിടെ 2 മത്സരങ്ങളെ കളിച്ചില്ല. അതിൽ ആവറേജ് 196, സെക്കൻഡ് ഇന്നിങ്സ് ആവറേജ് 198 കേട്ടോ. ഹയസ്റ്റ് വേറെ IPL അല്ലാതെ വേറെ T20 കാര്യമാണ് പറയുന്നത്.
അപ്പോൾ SRH വേഴ്സസ് നമ്മുടെ RCB തമ്മിൽ ഏകദേശം 24 മത്സരങ്ങളാണ് ഏറ്റുമുട്ടിയുള്ളത്. 24 എണ്ണത്തിൽ 13 എണ്ണം SRHും 10 എണ്ണമാണ് ബാംഗ്ലൂരും വിൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഒരെണ്ണം ഡ്രോ ആയിട്ടുണ്ട്. ടോട്ടലി ബാംഗ്ലൂരിനെക്കാട്ടിലും RCB വിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പിച്ചിൻ്റെ കാര്യങ്ങളും ഹെഡ് ടു ഹെഡ് സ്റ്റാറ്റ്സ് ഒക്കെ പറയുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് 2-3 ആപ്ലിക്കേഷൻസ് പറഞ്ഞുതരാം. തീർച്ചയായിട്ടും നല്ല രീതിക്ക് ക്യാഷ് ചെയ്യാൻ പറ്റുന്ന കിഡിലെ ആപ്ലിക്കേഷനാണ്. ആദ്യം തന്നെ പറയാനുള്ള ചോയ്സിൽ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനെ പറ്റിയാണ്. ഈ ആപ്ലിക്കേഷനെ പറ്റി പറയുന്ന സമയത്ത് ഒരുപാട് തരം വെറൈറ്റി കോൺടെസ്റ്റ് ഉണ്ട്. നിങ്ങൾ നമ്മുടെ ലിങ്ക് വഴി കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ക്യാഷ് ബോണസ് കിട്ടും. ഒരു 300 രൂപയുടെ അടുത്ത് കിട്ടും. ആ ബോണസ് വെച്ചിട്ട് നിങ്ങൾക്ക് കുറച്ച് ക്യാഷ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കളിക്കാൻ പറ്റും. കണ്ടില്ലേ, 100% ബോണസ് ലീക്കേജ് ആണ്. സോ നിങ്ങൾക്ക് ഇവിടെ ബോണസ് യൂസ് ചെയ്യാൻ പറ്റുന്ന ചില കോൺടെസ്റ്റുകളുണ്ട്. അതിൽ നിങ്ങൾക്ക് ബോണസ് ആ പൈസ മാത്രം കൊടുത്ത് കളിക്കാനും പറ്റും കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം ഡ്രീം ഇലവനെക്കാട്ടിലും എത്രയോ എൻട്രി ഫീസ് കുറവാണ്. ഡ്രീം ഇലവനെക്കാട്ടിലും കൂടുതൽ വിന്നിങ് പോസിബിലിറ്റീസും നമ്മുടെ ഈ ഒരു ചോയ്സ് ഇലവൻ ആപ്ലിക്കേഷനിലുണ്ട്. തീർച്ചയായിട്ടും ഇതുവരെ ട്രൈ ചെയ്യാത്തതിനായി തീർച്ചയായും ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് അതായത് കോപ്പ് എന്ന് പറഞ്ഞ വിൻഡോ ഉണ്ട്. 5 പ്ലേയേഴ്സിന് ഒരാളെ പിക്കാൻ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈസി ആയിട്ട് ക്യാഷ് ചെയ്യാൻ പറ്റും നമ്മുടെ ചോയ്സിൽ. ഇതുവരെ ട്രൈ ചെയ്യാത്തതിനായി തീർച്ചയായും ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ കുബേര ഫാൻറ്റസി ട്രൈ ചെയ്യാത്തതിന് തീർച്ചയായിട്ടും ഇതുകൂടെ ഒന്ന് ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കുബേര ഫാൻറ്റസിയിൽ ഒരുപാട് തരം വെറൈറ്റി ഓപ്ഷൻസ് ഉണ്ട്. നമുക്കിവിടെ ഡ്യുവോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഈ ഡ്യുവോ ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 പ്ലേയേഴ്സ് ഉണ്ട്. ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ആരാണോ അവരെ പിക്ക് ചെയ്താൽ മതി. ഈസി ആയിട്ട് ക്യാഷ് ചെയ്യാൻ പറ്റും. 5 പ്ലേയേഴ്സ്, അതായത് നമ്മൾ 22 പ്ലേയേഴ്സ് എന്നിട്ട് അതിൽ നിന്ന് കറക്റ്റ് 11 വരെ പിക്ക് ചെയ്യുന്ന പോലെയൊന്നുമല്ല. 5 പ്ലേയേഴ്സ്, അതിൽ നമ്മുടെ ഓപ്പോണൻറ്റ് ഇപ്പോൾ ഗില്ലിനെ പിക്ക് ചെയ്യുന്നു. നമുക്ക് ഓപ്പോണൻറ്റിനെ നോക്കിയിട്ട് അടക്കം ഇതിൽ ടീം ഇടാൻ പറ്റും. ടീമല്ല, പ്ലെയറിനെ സെലക്ട് ചെയ്യാൻ പറ്റും. ശുഭ്മാൻ ഗില്ലിനെയാണ്. അപ്പം നമുക്ക് പന്താണ് നന്നായി കളിക്കാൻ തോന്നുന്നു വെച്ചാൽ പന്തിനെ ഇപ്പോൾ എടുത്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പിക്ക് ചെയ്ത ആ പ്ലെയറാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് എടുത്ത് വെച്ചാൽ ഈസി ആയിട്ട് പിന്നെ അങ്ങനെ ഈസി ആയിട്ട് ക്യാഷ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനാണ്. ഇതുവരെ ട്രൈ ചെയ്യാത്തതാണെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ ഡ്രീം ഇലവനിൽ 299 രൂപയ്ക്ക് കാണുന്ന കോൺടെസ്റ്റൊക്കെ ഇവിടെ 269 ഉള്ളൂ. ഒരു കോൺടെസ്റ്റിൻ്റെ കാര്യം എടുത്ത് പറഞ്ഞിട്ടുള്ളൂ. ഇതുപോലെ ഒരുപാട് കോൺടെസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് 100% ക്യാഷ് ബോണസ് യൂസ് ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷൻസ് ആണ് കേട്ടോ ഇതൊക്കെ. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ വിഷൻ ഇലവൻ ട്രൈ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. കാരണം 50,000 രൂപയ്ക്ക് ഫ്രീ ആയിട്ട് ഡെയിലി ഗിയ കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പം ഇന്നത്തെ മാച്ച് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ കാണിച്ചത്. കാരണം ഒരുപാട് പേര് ഇത് സെറ്റല്ല, ഇത് വെറുതെ ആണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാനിതിപ്പോൾ ജസ്റ്റ് ഒരു ടീം കണ്ട് ഇട്ടിട്ട് ഒന്ന് ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി, ഞാനിവിടെ പൈസ കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. അപ്പോൾ ഈ ഞാൻ പറയുന്നത് നുണയാണോ സത്യമാണെന്നൊക്കെ നിങ്ങൾക്ക് അപ്പം പിടിയിട്ടും. ഓക്കെ, ഇവിടെ ഞാൻ ഏകദേശം ചുമ്മാ ഒരു ടീം സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ്ട് 0 റുപ്പീസാണ് ജോയിൻ ചെയ്തു. കണ്ടില്ലേ, ലീഗ് ജോയിൻഡ് കണ്ടില്ലേ, ഈസി ആയിട്ട്. അതായത് 0 റുപ്പീസ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് വന്ന 5000 രൂപ കിട്ടും. കണ്ടില്ലേ, സെക്കൻഡ് വന്ന 2000 രൂപ. പിന്നെ ആദ്യത്തെ 1000 പേർക്ക് 22 രൂപ കിട്ടും. 0, ഒരൊറ്റ രൂപയില്ല, 0 കൊടുത്തിട്ടാണ് ഈ പറഞ്ഞ മാതിരി ഇത്രയും ക്യാഷ് നിങ്ങൾക്ക് കിട്ടുന്നത്. എന്തായാലും വെറുതെ ഒരുപാട് പൈസ കൊണ്ടുപോയി കളയുന്നില്ലേ. 0 രൂപയ്ക്ക് കളിക്കാൻ പറ്റുന്ന കോൺടെസ്റ്റ് എവിടെയുണ്ട്. ഒന്ന് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് പൈസ ഒന്നും ഇറക്കി കളിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾക്ക് നമ്മളെ ലിങ്ക് വഴി കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് ബോണസ് കിട്ടും. അത് വെച്ച് നിങ്ങൾക്ക് കളിക്കുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ നിങ്ങൾ നമ്മുടെ സ്പോർട്സി ട്രൈ ചെയ്യില്ലെങ്കിൽ ഇതും ട്രൈ ചെയ്യേണ്ട ഒരു ആപ്ലിക്കേഷനാണ്. കാരണം ഇവിടെ നമ്മുടെ കേരള ബേസ്ഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഇവിടെ പോപ്പ് എന്ന് പറഞ്ഞ വിൻഡോ ആണ്. 5 പ്ലേയേഴ്സ് ഉണ്ടാവും. ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ഉള്ള പിക്ക് ചെയ്യുക. ആ ഒരു സെയിം സംഭവം തന്നെയാണ്. ട്രൈ ചെയ്ത് നോക്കുക. 500 രൂപ ക്യാഷ് ബോണസ് ആട്ടോ അതിൽ കിട്ടുക. അപ്പോൾ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കയറുക, ട്രൈ ചെയ്യുക, പറ്റിയില്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. പ്രോബബലി പ്ലേയിങ് നില നോക്കുകയാണെങ്കിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിലാണെങ്കിൽ നമ്മുടെ അഭിഷേക് ശർമ്മ, ട്രാവിസ് ഹെഡ്, ദെൻ ആദ്യ മാർക്കം, ഹെൻറിസ് ക്ലേസൺ, ദെൻ അബ്ദുൽ സമാദ്, നിതീഷ് റെഡ്ഡി, ഷബാസ് അഹമ്മദ്, അതുപോലെ തന്നെ പാറ്റ് കുമിൻസ്, ദെൻ ഭുവനേശ്വർ കുമാർ, മായങ്ക് മാർക്കണ്ടെ, ടി നട്രാജൻ. ഇത്രയും പേരാണ് നമ്മളെ SRHൻ്റെ സ്ക്വാഡിലോട്ടുള്ളത്. ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വാഷിംഗ്ടൺ സുന്ദർ വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ ടീമിൽ നോക്കുകയാണെങ്കിൽ ഫാഫ് ഡുപ്ലിസി, ദെൻ വിരാട് കോഹ്ലി, വിൽ ജാക്സ്, രാജിത് പടിദാർ, ക്യാമറോൺ ഗ്രീൻ, ദിനേശ് കാർത്തിക്, മാഫിൽ ലൂമർ, ദെൻ കരൺ ശർമ്മ, ലോക്കി ഫെർഗൂസൻ, യാഷ് ടയാൽ, മുഹമ്മദ് സിറാജ്. ഇത്രയും പേരാണുള്ളത്. ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് സുയാഷ് പ്രഭുദേശായി ആണ് വരാൻ ചാൻസ് ഉള്ളത് കേട്ടോ. അതുപോലെ തന്നെ കീ പ്ലെയേഴ്സ് ആയിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ടീമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ട കുറച്ച് പ്ലെയേഴ്സാണ് ട്രാവിസ് ഹെഡ്, പാറ്റ് കുമിൻസ്, വിരാട് കോഹ്ലി, ദിനേശ് കാർത്തിക്. ഇവരെയൊക്കെ തീർച്ചയായിട്ടും നിങ്ങളുടെ ടീമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യുക. മെയിനായിട്ട് 2 പേരെ ചോദിച്ചു കഴിഞ്ഞാൽ വിരാട് കോഹ്ലിയും ട്രാവിസ് ഹെഡും തീർച്ചയായിട്ടും ഇൻക്ലൂഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിൽ ടോപ്പ് പെർഫോമൻസ് കാണിക്കാൻ ചാൻസ് ഉള്ളത് നമ്മുടെ RCBത്തെ മെയിൻ ബാറ്റ്സ്മാനായ വിരാട് കോഹ്ലി തന്നെയാണ്. അദ്ദേഹം നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. ഓക്കെ, 269 റൺസാണ് എഗെയിൻസ്റ്റ് നമ്മുടെ SRHുമായിട്ട് ഇദ്ദേഹത്തിനുള്ള സ്കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ,
പിന്നെ RCB വേഴ്സസ് SRCയിൽ മോസ്റ്റ് വിക്കറ്റ് ടേക്കേഴ്സ് ആയിട്ട് നോക്കുന്ന സമയത്ത് ഭുവനേശ്വർ കുമാറാണ്. 18 വിക്കറ്റാണ് എഗെയിൻസ്റ്റ് RCBക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഭുവനേശ്വർ കുമാർ SRHൽ നിന്ന് എടുത്തിരിക്കുന്നത്. സോ അദ്ദേഹം തീർച്ചയായിട്ടും നല്ലൊരു പ്ലെയർ ആയിരിക്കും. അദ്ദേഹത്തെ തീർച്ചയായിട്ടും ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഹൈ പെർഫോമൻസ് കാഴ്ചവെച്ച ഹെൻറിച്ച് ക്ലേഴ്സൺ 171 റൺസ് അഗെയിൻസ്റ്റ് RCB ആയിട്ട് അടിച്ചിട്ടുണ്ട്. ജോണി ബാരിസ്റ്റോ 114 റൺസ്, ഹെൻറിച്ച് ക്ലേഴ്സൺ ദെൻ 104 റൺസ്, ട്രാവിസ് ഹെഡ് 102 റൺസ് അഗെയിൻസ്റ്റ് ആയിട്ട് RCB ആയിട്ടുള്ള പ്ലെയേഴ്സിൻ്റെ റെക്കോർഡ്സ് ആട്ടോ പറഞ്ഞത്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഭുവനേശ്വർ കുമാർ 18 വിക്കറ്റും എടുത്തിട്ടുണ്ട് അഗെയിൻസ്റ്റ് RCB ആയിട്ട്. ടി നട്രാജൻ ഈസ് എ ബെസ്റ്റ് ബൗളർ. അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു 3 വിക്കറ്റ്സിന് 10 റൺസ് കൊടുത്തൊരു ഫിഗർ ഉണ്ട്. ദെൻ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ വിരാട് കോഹ്ലി ഈസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ലീഡിങ് റൺ സ്കോററാണ്. ദിനേഷ് കാർത്തിക്കും ഓൾസോ അഗെയിൻസ്റ്റ് ആയിട്ട് നല്ല റെക്കോർഡ്സാണ് SRH ആയിട്ടുള്ളത്. മുഹമ്മദ് സിരാജ് 10 വിക്കറ്റ്സ് എടുത്തിട്ടുണ്ട്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് പെർഫോമൻസ് 3 വിക്കറ്റിന് 25 റൺസാണ് കേട്ടോ. ബെസ്റ്റ് ബാറ്റിംഗ് പ്രഡിക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ അഭിഷേക് ശർമ്മ ആൻഡ് ട്രാവിസ് ഹെഡ് 2 പേരുടെ നല്ലൊരു ഇന്നിങ്സ് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ബെസ്റ്റ് ബൗളർ പ്രഡിക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ടി നട്രാജൻ ആൻഡ് പാറ്റ് കുമിൻസ്, ഇവർ തീർച്ചയായിട്ടും നല്ലൊരു പെർഫോമൻസ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാവും. ഓക്കെ, മോസ്റ്റ് വിക്കറ്റ് ടേക്കേഴ്സ് നോക്കുന്ന സമയത്ത് റൈസ് ട്രോഫി ദെൻ മുഹമ്മദ് സിരാജ്, ഇവരൊക്കെ ആയിരിക്കും കൂടുതൽ വിക്കറ്റ് എടുക്കാൻ ചാൻസ് ഉള്ളത്. കുറച്ച് പ്ലെയേഴ്സ് ഇവരൊക്കെ നന്നായി കളിക്കാൻ പോസിബിലിറ്റീസ് ഉണ്ടെന്നാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു പ്രിവ്യൂ ടീം ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഡ്രീം ഇലവൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. SRH വേഴ്സസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു. ഓക്കെ, ക്യാപ്റ്റൻസി നമുക്ക് ക്ലേസനെ എടുക്കാം. ദെൻ വിരാട് കോഹ്ലി, ട്രാവിസ് ഹെഡ്, അഭിഷേക് ശർമ്മ, ഫാഫ് ഡു പ്ലെസിസ്. 3 പേരും 4 ആൾ മസ്റ്റ് പിക്ക്. വിൽ ജാക്സ്, ക്യാമറോൺ ഗ്രീൻ, ദെൻ മാർക്കം, പാറ്റ് കുമിൻസ്, നട്രാജൻ. നല്ലൊരു പെർഫോമൻസ് ആണ്. RCB നമുക്ക് ഫെർഗൂസനെ എടുക്കാം. ഇനി വേണേൽ നിങ്ങൾക്ക് ഇതിൽ നിർബന്ധം ഉണ്ടെങ്കിൽ മാത്രം നമ്മുടെ ഈ ഗ്രീനിനെ മാറ്റിയിട്ട് നമുക്ക് വേണേൽ സിരാജിനെ കൊണ്ടുവരാം. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീൻ ആകുമ്പോൾ ടോപ്പ് ഓർഡർ വരുന്നതുകൊണ്ട് ബാറ്റിങ്ങും ചെയ്യും ബൗളിങ്ങും ചെയ്യും. അപ്പോൾ ആ ഒരു ഡ്യുവൽ അഡ്വാൻറ്റേജ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നമുക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ പിക്ക് ചെയ്തത്. ഓക്കെ, അപ്പോൾ ക്യാപ്റ്റൻ വീസി കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് കൊടുക്കാം. ക്യാപ്റ്റൻസി നമുക്ക് തീർച്ചയായിട്ടും എല്ലാവരും ട്രാവിസ് ഹെഡിനെ കൊടുക്കുന്നത്. എനിക്ക് ഭയങ്കര ഉറപ്പില്ല എന്ന് വെച്ചാൽ ഉറപ്പുണ്ട്. പക്ഷേ എല്ലാ മത്സരവും ഇത് T10 ഇദ്ദേഹം കളിക്കുന്ന പോലെ ലീഗ്സ് ഒന്നും അല്ലല്ലോ, മറ്റേ BBL പെട്ടെന്ന് ഔട്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ചില മത്സരങ്ങളൊക്കെ പെട്ടെന്ന് ഔട്ടാകാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഞാൻ ക്ലേസനെയാണ് ക്യാപ്റ്റൻസ് കൊടുക്കുന്നത്. വൈസ് ക്യാപ്റ്റൻ നമ്മുടെ വിരാട് കോഹ്ലി. കാരണം ഇവർ രണ്ടുപേരുടെയും നല്ലൊരു ഇന്നിങ്സ് നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വിൽ ജാക്സിനൊക്കെ ട്രൈ ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് ഓർഡർ ബാറ്റിങ്ങും വരും, അദ്ദേഹം പ്ലസ് ബോളിങ്ങും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. സോ തീർച്ചയായിട്ടും അദ്ദേഹത്തെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കഴിഞ്ഞ മത്സരം ബോൾ ചെയ്തില്ല, ബട്ട് തീർച്ചയായിട്ടും അല്ലാത്ത മത്സരങ്ങൾ ചിലപ്പോൾ ഇന്നിപ്പോൾ നാളത്തെ മത്സരമൊക്കെ തീർച്ചയായിട്ടും അദ്ദേഹം ബോൾ ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു പ്രിവ്യൂ ടീം ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. കുറച്ച് റിസ്ക് ആണോ ചോദിച്ചാൽ കുറച്ച് റിസ്ക് ആണ്, പക്ഷേ നല്ല പോയിന്റ്സ് വരുമെന്ന് വെച്ചാൽ മേ ബി വരാൻ ചാൻസ് ഉണ്ട്. ക്ലേസനാകുമ്പോൾ മിഡിൽ ഓർഡർ ബാറ്റിംഗ് ആണ്. സോ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവും. എന്തായാലും ഇവർ രണ്ടുപേരും കളിച്ച് കഴിഞ്ഞാൽ ഒരാൾ പെട്ടെന്ന് പോകും, അത് ഷുവറാണ്. അത് നിർബന്ധമാണ്. പിന്നെ മാർക്കം ദെൻ ക്ലേസൻ അങ്ങനെയൊക്കെയാണ് വരിക. അപ്പോൾ ആ ഒരു രീതിക്കാണ്. അതുപോലെ തന്നെ വിരാട് കോഹ്ലി, ഡുപ്ലിസി, ഇതിലൊരു വിക്കറ്റ്സ് പോയി കഴിഞ്ഞാൽ വിൽ ജാക്സ് വരും. പിന്നെ അതുപോലെ പിന്നെ ഗ്രീന് അങ്ങനെ ഒരു ഓർഡർ ഉള്ളതുകൊണ്ട് പടിതാറ് വിൽ ജാക്സ് ഗ്രീന് അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ട് സോ നമ്മുടെ വിൽ ജാക്സിനും ക്യാമറോൺ ഗ്രീനൊക്കെ ബോൾ ചെയ്താൽ ആ ഒരു ഡ്യുവൽ അഡ്വാൻറ്റേജ് കൂടി ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ ഇവരെ പിക്ക് ചെയ്തിട്ടത്. ഇപ്പോൾ നമ്മുടെ ടീം ജസ്റ്റ് ഒന്ന് നോക്കാം. ക്ലേസൻ, ദെൻ വിരാട് കോഹ്ലി, ഫാഫ് ഡു പ്ലെസിസ്, ട്രാവിസ് ഹെഡ്, അഭിഷേക് ശർമ്മ, മാർക്കം, വിൽ ജാക്സ്, ക്യാമറോൺ ഗ്രീൻ, പാറ്റ് കുമിൻസ്, അതുപോലെ തന്നെ ലോക്കി ഫെർഗൂസൺ, ടി നട്രാജൻ. ഇത്രയും പേരാണ് നമ്മുടെ ടീമിൽ. ജസ്റ്റ് ഒരു പ്രിവ്യൂ വീഡിയോ മാത്രം കേട്ടോ. അപ്പോൾ നട്രാജനും പാറ്റ് കുമിൻസിനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് നല്ല റെക്കോർഡ്സ് ഉള്ളതുകൊണ്ടാണ് അവരെയൊക്കെ നമ്മളുടെ ടീമിലോട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് ഒരു പ്രിവ്യൂ വീഡിയോ ആണ്. ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യും. ടെലിഗ്രാം ഗ്രൂപ്പിൽ അത് കൂടാതെ തന്നെ വേറെ ഒരുപാട് T10 ലീഗ്സിൻ്റെയൊക്കെ ടീംസ് നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ടീംസ് വേണം, നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് പ്രോഫിറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കയറി ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നതിൽ എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രണ്ട്സ്.